ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ 1199 കർക്കിടക മാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള, അതായത് 2024 ഓഗസ്റ്റ് 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള 7 ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരെ പറ്റിയും നാം സവിസ്തരം പ്രതിപാദിക്കുന്നത്. കർക്കിടകം 32 ഈ കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിനമാകുന്നു വെള്ളിയാഴ്ച. അത് സംക്രമ ദിനമാകുന്നു. അന്ന് രാത്രിയാകുന്നു ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്നത്. അതിനാൽ കർക്കിടകം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച, സംക്രമത്തിന് നാം ഒരു ശുഭകാര്യങ്ങളും നടത്താറില്ല. അതിനാൽ ഈ ഒരാഴ്ചക്കാലം മേടം മുതൽ മീനം രാശി വരെയുള്ള വ്യക്തികൾക്ക് കർക്കിടകം 32 എന്ന ദിവസത്തെ ഓഗസ്റ്റ് 16-ന് ഉപേക്ഷിക്കുക പൂർണ്ണമായും. സംക്രമ സമയത്ത് ജ്യോതിഷികൾ കവിടി നിരത്താറില്ല, യാത്ര ചെയ്യാറില്ല. പ്രായണ സംക്രമ ദിവസം പിറ്റേന്നാൾ നിങ്ങൾക്ക് പൊന്നിൻ ചിങ്ങമാകുന്നു. സ്വതവേ കർക്കിടകം രാശിക്കാർക്ക് അവരുടെ ഭാഗ്യരാശിയാകുന്നു 9-ാം ഭാവം മീനം. ആ രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം അഥവാ ജൂപ്പിറ്റർ. വ്യാഴത്തിൻ്റെ ചലനത്തിനനുസരിച്ചാണ് ലോകം മുഴുവനും നീങ്ങുന്നത്. വ്യാഴം മൗഢ്യമാകുന്ന സമയത്തൊക്കെ ലോകത്തിൽ പ്രശ്നങ്ങളായിരുന്നു. 12 വർഷം കൂടുമ്പോൾ വ്യാഴം മകരമാസത്തിൽ പ്രവേശിക്കുന്ന സമയത്തൊക്കെ ലോകത്തിൽ കലാമിറ്റികൾ വന്നിട്ടുണ്ട്. വ്യാഴം മകരത്തിൽ വരുന്ന 6 വർഷമാണ് ലോകം മുഴുവനും അങ്ങേയറ്റം സാമ്പത്തിക പ്രയാസത്തിൽ വീർപ്പുമുട്ടുന്ന അവസ്ഥ സംജാതമാകുന്നത്. നമുക്ക് വാരഫലത്തിലേക്ക് വരാം. ആദ്യമായി കർക്കിടകൻ രാശി. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു കർക്കിടകൻ രാശി. സ്വതവേ കർക്കിടകൻ രാശി ദൈവജ്ഞ എന്ന് പറയുന്ന രാശിയാണ്. ദൈവം ജാനാതി ഇതി ദൈവജ്ഞ, ദൈവം ഭാഗ്യത്തെ അറിയുന്നവരാകുന്നു കർക്കിടകൻ രാശിക്കാർ. ഇന്ന് കർക്കിടകം രാശിയിൽ സൂര്യൻ, 2-ൽ ബുധനും ശുക്രനും മാന്തിയും, 3-ൽ ചന്ദ്രൻ കേതു, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, കർക്കിടകൻ രാശി നിശാരാശിയാണ്. നിശാരാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കണം. വെള്ളത്തിലൂടെയുള്ള സഞ്ചാരം, കുളിമുറിയിലോ ബാത്റൂമിലോ ഒന്ന് തെന്നി വീണാലും മതി. അതും ജലത്തിലൂടെയുള്ള അപകടങ്ങളാണ്. തൻ്റെ കൈവശമുള്ള കാശ് കൊടുത്ത് ശത്രുക്കളെ ഉണ്ടാക്കരുത്. കാശ് വാങ്ങിയാൽ തിരിച്ചു തരില്ല ആരും. അത് മാത്രമല്ല, നമുക്ക് ലഭിക്കുവാനുള്ള കാശും തരേണ്ട വ്യക്തി നമ്മളെ ഇട്ട് കളിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. അതിനാൽ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തികമായ ഇടപെടലുകൾ ഈ വാരത്തിൽ കർക്കിടകൻ രാശിക്കാർ ചെയ്യരുത്. കർക്കിടകൻ രാശിക്കാർക്ക് സൂര്യൻ ചിങ്ങത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. കർക്കിടകം 32-ാം തീയതി ഓഗസ്റ്റ് 16-ാം തീയതി രാത്രി. അതിനാൽ ചിങ്ങം 1-ാം തീയതി ആഗസ്റ്റ് 17-ാം തീയതി ശനിയാഴ്ച സൂര്യൻ മൂലക്ഷേത്രത്തിൽ വരുന്നു. അതിൻ്റേതായ എല്ലാ ഗുണഗണങ്ങളും കർക്കിടകൻ രാശിക്കാർക്കുണ്ടാകും. ധനേയസ്യ ഭാനുർസ ഭാഗ്യാധികസ്യ, 2-ൽ ഭാഗ്യാധികസ്യാത്. 2-ൽ സൂര്യൻ വരുമ്പോൾ കൂടുതൽ ഭാഗ്യമുണ്ടാകുന്നു, വാഹനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പഴയ വാഹനങ്ങളൊക്കെ വിൽക്കണമെങ്കിൽ, പുതിയ വാഹനങ്ങൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഡോക്ടർ മാരാർജിയുടെ അടുത്ത വാരത്തെ വാരഫലം കാണണം. നിങ്ങൾക്ക് വാഹനം വാങ്ങുവാനുള്ള ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള എല്ലാ ദിനങ്ങളും സസൂക്ഷ്മം നിങ്ങളുമായി ചർച്ച ചെയ്യുന്നു.
ഇന്ന് കർക്കിടക രാശിക്കാർക്ക് 2-ൽ ബുധശുക്രന്മാരുണ്ട്. നല്ല വാക്കുകൾ കൊണ്ട് ഗുണം വരുന്ന വാരമാകുന്നു. പ്രത്യേകിച്ച് ബ്രോക്കർമാർ. ബ്രോക്കറേജിന് അനുകൂലമായ സമയമാകുന്നു. വാങ്ങൽ കൊടുക്കൽ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് ആളുകളെ കീഴ്പ്പെടുത്തുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാകുന്നു. ഈവൻ പ്രൊഫറ്റ്സ്, പ്രവാചകർ അല്ലെങ്കിൽ പ്രചാരകർ, മതവുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ, പ്രാസംഗികർ, ഇവർക്കൊക്കെ തന്നെ ഈ കർക്കിടക രാശിക്കാർക്ക് അനുകൂലമായ സമയമാകുന്നു. വിദേശയാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയം സംജാതമാകുന്നു. അതും ഈ ഒരു വാരം കഴിഞ്ഞാൽ ചിങ്ങം 1-ാം തീയതി ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ വളരെ അനുകൂലമാകുന്നു. ഇവിടെ കർക്കിടക രാശിയുടെ അധിപനായ ചന്ദ്രൻ പോയി നിൽക്കുന്നത് 3-ാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിലാണ്. ഹിംസോ ഭ്രാതൃഗതേ സശൗര്യ, ഒരു ശൗര്യം പ്രകടിപ്പിക്കും എല്ലാ കാര്യങ്ങളും. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, ആ ശൂരത തനിക്ക് ഉപകാരമില്ലാത്ത ശൗര്യമാകാൻ പോകരുത്. 3-ലെ ചന്ദ്രൻ സഹോദര ഗുണം നന്നായിട്ട് ലഭിക്കുന്നതാണ്. വിദേശയാത്ര പ്ലാൻ ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമാകുന്നു. കാരണം 3-ാം ഭാവം കന്നി രാശിയാണ്. കന്യായാം പരദേശക, തൻ്റെ ദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്ന രാശിയാകുന്നു കന്നി രാശി. അതിനാൽ യാത്രാ സൗഭാഗ്യം വളരെയധികം ലഭിക്കുന്നു. ദാമ്പത്യത്തിൽ പ്രായേണ അത്ര ശുഭമുള്ള സമയമല്ല. കാരണം വിവാഹപതിയായ ഗ്രഹം ഇന്ന് അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. പക്ഷേ ആ ഗ്രഹത്തിന് ഒരു ചാരവശാൽ വക്രിയായി വരുന്ന സമയമായതിനാൽ ചില വൈവാഹിക തീരുമാനങ്ങൾക്കൊക്കെ, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയം പ്രദാനം ചെയ്യുന്നു. അത് യാത്രയായാലും വിവാഹ വിഷയത്തിലായാലും. അതേ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അകന്നു കഴിയുന്ന ദമ്പതികൾക്ക് ഈ ഒരു വാരം കഴിഞ്ഞാൽ ഒരു പ്രത്യാശയോടുകൂടി പരസ്പരം കാണുവാനും അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ കോടതിയിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാകുവാനും അനുകൂലമായ വാരം തന്നെയാണ്. ശാരീരികമായി ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം. ശരീരത്തിൻ്റെ ബാലൻസിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന വാരമാകുന്നു. കർമ്മമേഖലയിൽ ഒരു പ്രയാസങ്ങളും അനുഭവിക്കുകയില്ല. കാരണം കർമാധിപനായ ചൊവ്വ ഭാഗ്യാധിപനായ വ്യാഴത്തോടുകൂടി ഒരു രാജയോഗം ചെയ്ത് 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതേ രീതിയിൽ സന്താന ട്രീറ്റ്മെൻറ്റിന് പോകേണ്ട ദമ്പതികൾക്ക് അനുകൂലമായ സമയമാണ്. കാരണം സന്താനപതിയായ ഗ്രഹം ചൊവ്വ ഭാഗ്യാധിപനായ വ്യാഴത്തോടുകൂടി സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നു. ലഗ്നാൽ പുത്രകളത്രഭേ ശുഭവതി പ്രാപ്തേതവ ആരോഗ്യതേ. ഭാഗ്യാധിപനായ ഗ്രഹം 5-ാം ഭാവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സന്താന ശ്രേയസ് അനുഭവിക്കാനിതാ സമയമായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാര്യമായി പ്രാർത്ഥിക്കണം. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ശനിപ്രീതി നേടിത്തരുവാൻ സഹായകരമാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാടായി സമർപ്പിക്കുക. മാനസികമായി ഐക്യത്തിന് വേണ്ടി ദമ്പതികളുടെ പേരിൽ ഐക്യമത്യ അർച്ചന അല്ലെങ്കിൽ ഉമാമഹേശ്വര പൂജ ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ്. ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളുമായി തനിക്ക് പ്രയാസങ്ങൾ നേരിടുന്ന വാരമാണിത്. അതിനാൽ ദാമ്പത്യത്തിൽ തൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഭാര്യയുമായി ചർച്ച ചെയ്യുക. കുടുംബക്കാരെ അതിൽ ഇടപെടാതിരിപ്പിക്കുക. വളരെ അനുകൂലമായ ദിവസങ്ങളാണ് 10-ാം തീയതി ശനിയാഴ്ച ചിത്ര നക്ഷത്രം. വാങ്ങൽ കൊടുക്കൽ, സാമ്പത്തികമായ ഇടപെടലുകൾക്ക് പാടില്ല. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്കറിയാം 9 മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. സൂക്ഷ്മമായി ഉദയം 6:18 ആകയാൽ 9:18 മുതൽ 10:48 വരെയുള്ള സമയം രാഹുകാലമാണ്. അത് ഒഴിവാക്കി ചിത്ര നക്ഷത്രം നിങ്ങൾക്ക് സ്വീകരിക്കാം. 11-ാം തീയതി ഞായറാഴ്ച ചോതി നക്ഷത്രം വളരെ നല്ല നക്ഷത്രമാണ്. വെളുത്ത പക്ഷത്തിലെ സപ്തമി തിഥിയാകുന്നു. അതിനാൽ കാലത്ത് 7:20 മുതൽ 10:20 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശനിയാഴ്ച ഷഷ്ഠി തിഥിയാണ്. അതിനാൽ ഷഷ്ഠിവ്രതം എടുക്കണം. തൻ്റെ സന്താനങ്ങളുടെ ശ്രേയസ്സിന്, അവരുടെ വിദ്യാഭ്യാസത്തിന്, നിങ്ങളുടെ മക്കൾക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാകാൻ, ഇതിനൊക്കെ ഷഷ്ഠിവ്രതം വളരെ ഗുണമാണ്. 12-ാം തീയതി തിങ്കളാഴ്ച തിഥി വളരെ മോശമാണ്, ശുഭകാര്യങ്ങൾക്കൊന്നും അനുകൂലമല്ല. പക്ഷേ 17-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം കാലത്ത് 10:15 മുതൽ 12 മണി വരെയുള്ള സമയം വളരെ ശോഭനമായ സമയമാകുന്നു. 15-ാം തീയതി വ്യാഴാഴ്ച 3 മണിക്ക് ശേഷമുള്ള സമയം, രാഹുകാലം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം, മൂലം നക്ഷത്രം വെളുത്ത പക്ഷത്തിലെ ദശമി തിഥിയാണ് വളരെ ഗുണമാകുന്നത്. പിന്നീട് കർക്കിടകം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച സംക്രമമാണ്. ഒരു ശുഭകാര്യങ്ങളും നാം ചെയ്യാറില്ല. അത് കഴിഞ്ഞ് വരുന്ന ചിങ്ങം 1 ഒരു പൊന്നിൻ ചിങ്ങ പുലരി
കർക്കിടക രാശിക്കാർക്ക് ഡോക്ടർ മാരാർജി നേരുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിക്കാരെ പറ്റിയാണ്. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് ചിങ്ങൻ രാശി ലഗ്നത്തിൽ ബുധ ശുക്രന്മാർ മാന്തി, 2-ൽ ചന്ദ്രൻ, കേതു 7-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം 12-ാം ഭാവത്തിൽ സൂര്യൻ. ഇങ്ങനെയാണ് ഗ്രഹനില. ചിങ്ങൻ രാശിക്കാർക്ക് പ്രായണ ഗ്രഹസ്ഥിതിയൊക്കെ നല്ലതാണ്. എങ്കിലും ഈ ഒരു വാരം രാശിധിപനായ ആദിത്യൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നതത്ര ശുഭമല്ല. ദുസ്തേ ലഗ്നപദോ നിരോധനമുവൈതി. രാശിധിപനായ ഗ്രഹം 12-ാം ഭാവത്തിൽ നിൽക്കുന്നു, നിരോധനമുണ്ടാകുന്നു കാര്യങ്ങൾക്ക്. അജ്ഞാതവാസം, അറിയപ്പെടാത്ത ചില സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. പലപ്പോഴും ഡ്യൂട്ടിയിലുള്ള പല പുരുഷന്മാർക്ക് ജോലിയുടെ ഭാഗമായി പോലീസ് അല്ലെങ്കിൽ പട്ടാളം, അതേ രീതിയിൽ ആംഡ് ഫോഴ്സസുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ, ഫയർഫോഴ്സുകാർക്കൊക്കെ ഇതുപോലെയുള്ള മണ്ണിടിച്ചലുകളും ഭൂചലനങ്ങളും ഉണ്ടായ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അവിടെ തൻ്റെ ഫാമിലിയെപ്പോലും നോക്കാതെ തന്നെ തൻ്റെ സേവനമനുഷ്ഠിക്കേണ്ട ഭാരമാകുന്നു ഈ ഒരു 7 ദിവസം. അങ്ങനെ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അത് പലപ്പോഴും ഭയത്തെ പ്രദാനം ചെയ്യും, ജനിപ്പിക്കും. നന്നായി ശിവപ്രീതി ചെയ്യണം. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. പ്രത്യേകിച്ച് നക്ഷത്രക്കൂട്ടങ്ങളിൽ ഉത്രം നക്ഷത്രമുണ്ട്. ആദിത്യ ഹൃദയമന്ത്രം ജപിച്ച് നിങ്ങൾ ഈ ഒരു വാരക്കാലത്തെ ധന്യമാക്കണം. ശിവനെ ഭജിക്കുക. അതുമാത്രമേ അവിടെ പരിഹാരമുള്ളൂ. കാരണം രാശിധിപനായ ഗ്രഹം ശിവനാകുന്നു. രാത്രികാല യാത്ര നിങ്ങൾക്ക് വേണ്ട. രാത്രിയിൽ അപകടമുണ്ടാകും. സൂര്യൻ പിതൃകാരകനാകുന്നു. അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് ദോഷമാകുന്നു ഈ ഒരു വാരം. അധ്വപ്രദേശേ ഹാനിഹി, തനിക്ക് വഴിയിൽ വെച്ചിട്ട് അപകടമുണ്ടാകുന്നു. അതിനാൽ യാത്ര ശ്രദ്ധിക്കുക. അസമയത്തുള്ള യാത്ര വേണ്ട. കള്ളന്മാരുടെ ഉപദ്രവമൊക്കെ ഉണ്ടാകും. പിടിച്ചു പറയുള്ള സമയമാകുന്നു. വളരെ ശ്രദ്ധിക്കുക. പലപ്പോഴും കേസിൽ ജയിക്കുവാനുള്ള ഒരു അനുകൂലമായ സ്ഥിതി സംജാതമാകുന്നു 12 നിൽക്കുന്ന ആദിത്യൻ. അത് ബലപ്പെടും. ചിങ്ങം 1-ാം തീയതി 17-ാം തീയതി ഓഗസ്റ്റ് ഏറ്റവും അധികം ഗുണം വരുന്ന രാശിക്കാർ ചിങ്ങൻ രാശിക്കാരാണ്. കഴിഞ്ഞ ഒരു മാസം ഉണ്ടായ ആദിത്യൻ്റെ 12-ാം ഭാവസ്ഥിതി പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളായിരിക്കാം. ഹയർ ഓഫീസേഴ്സിൻ്റെ അപ്രീസിയേഷൻ കിട്ടാതിരിക്കുക, പലപ്പോഴും തനിക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ വ്യക്തി തടഞ്ഞു വയ്ക്കുക, ചുവപ്പ് നാടിയിൽ കെട്ടിവെക്കുക, അതൊക്കെ ഒന്ന് കുരുക്കഴിക്കാൻ ഈ ചിങ്ങം 1 മുതലുള്ള സമയം വളരെ അനുകൂലമാണ്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക ചിങ്ങൻ രാശിക്കാർ. ലഗ്നത്തിലെ ബുധനും ശുക്രനും നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു. മറ്റുള്ളവർക്ക് സഹായങ്ങളാകാം. കൺസൾട്ടൻസി ആരംഭിക്കാം. ഉപകാരങ്ങൾ ചെയ്യാം, ഉപദേശിക്കാം. പക്ഷെ പലപ്പോഴും തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ലഗ്നത്തിലെ ബുധൻ. ഇവിടെ ബുധശുക്രന്മാരുടെ നല്ലൊരു യോഗമാണ്. വാഗ്മീഭൂ ഗണവഹ, നല്ല വാഗ്മിത്വം, ലീഡർഷിപ്പ്, നേതൃത്വ ഗുണം, ഇതൊക്കെ പ്രദാനം ചെയ്യും ചിങ്ങത്തിലെ ബുധശുക്രന്മാരുടെ യോഗം. മെഡിസിന് പഠിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഷൈൻ ചെയ്യുവാനുള്ള വാരമാകുന്നു ഇത്. അതിൻ്റെ പൂർണ്ണത ചിങ്ങം 1-ാം തീയതി മുതൽ വരും. ദാമ്പത്യത്തിലും പുതിയ സൗഹൃദങ്ങൾ വരും, പുതിയ ഗേൾ ഫ്രണ്ട്സ് വരും. മാറി നിൽക്കുന്ന ദമ്പതികൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മാനസികമായി തുറന്നു പറഞ്ഞ് അനുകൂലമായ ഒരവസ്ഥയിലേക്ക് സംജാതമാകാൻ ഈ വാരം സഹായിക്കുന്നതാണ്. വയറിനും കണ്ണിനും അസുഖമുള്ള രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർ. അതിനാൽ നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെ ശ്രദ്ധിക്കണം. അതേ രീതിയിൽ ഫുഡ് പോയ്സണുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങളുടെ വാരമാകുന്നു. പൈൽസ് രോഗികളൊക്കെ വളരെ ജാഗ്രത പാലിക്കണം. ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകളും വളരെയധികം ശ്രദ്ധിക്കുക. കർമ്മമേഖലയിൽ ഒരു നല്ല അന്തരീക്ഷം സംജാതമാണ്. പുതിയ ട്രാൻസ്ഫറുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ തങ്ങളുടെ ഓഫീസിൽ പുതിയ വ്യക്തി ട്രാൻസ്ഫറായി വരിക, അദ്ദേഹത്തിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് പലപ്പോഴും വളരെയധികം മാനസികമായ സുഖങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്ന വാരമാകുന്നു. വിവാഹ നിശ്ചയങ്ങളും വിവാഹ തീരുമാനങ്ങളും പരസ്പര സന്ദർശനങ്ങളും യുവതി യുവാക്കൾ തമ്മിൽ ഈ വാരം നടക്കുവാൻ ഏറ്റവും അധികം സാധ്യതകളുണ്ട്. തൻ്റെ പ്രണയ ബന്ധം തൻ്റെ കാമുകിയോട് പറയുവാൻ നല്ല സമയമാണ്. സാമ്പത്തികമായി കുറേയേറെ നല്ല സമയവും ഈ വാരം പ്രദാനം ചെയ്യും. യുക്തിപൂർവം നീങ്ങുകയാണെങ്കിൽ അവിചാരിതമായ ചില ധനലാഭങ്ങൾ, പ്രത്യേകിച്ച് ബ്രോക്കേഴ്സ്, അതേ രീതിയിൽ ഊഹക്കച്ചവടത്തിൽ ഇടപെടുന്ന വ്യക്തികൾക്ക്
കൺസൾട്ടൻസിയിലൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ വാരമാകുന്നു. ഈ വാരത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെല്ലാം ദിനങ്ങളിൽ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾ ഏർപ്പെടാമെന്ന് നിങ്ങൾ അറിയണം. 10-ാം തീയതി ശനിയാഴ്ച ചിത്രനക്ഷത്രം സാമ്പത്തികമൊഴിച്ച് എല്ലാ വിഷയത്തിലും വളരെ നല്ലതാണ്. 11-ാം തീയതി ഞായറാഴ്ച ചോതി നക്ഷത്രം വളരെ ഗുണമാണ്. അനുകൂലമായ സമയം കാലത്ത് 7:20 മുതൽ 10:20 വരെയുള്ള സമയം. അതേ രീതിയിൽ 14-ാം തീയതി ബുധനാഴ്ച കാലത്ത് 10:15 മുതൽ 12 മണി വരെയുള്ള സമയവും 15-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് രാഹുകാലം കഴിഞ്ഞ് 3 മണിക്ക് ശേഷമുള്ള സമയം മൂലം നക്ഷത്രവും വളരെ ഗുണമാണ്. 16-ാം തീയതി സംക്രമമാണ്. ശുഭകാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു വിഷയം 10-ാം തീയതി ശനിയാഴ്ച ചിത്രനക്ഷത്രം ശുക്ലപക്ഷ ഷഷ്ഠി തിഥിയാണ്. സുബ്രഹ്മണ്യൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിഥിയാകുന്നു ഷഷ്ഠി തിഥി. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്യുക. ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥനയും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങം രാശിക്കാർക്കും ഒരു ശോഭനമായ വാരത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി കന്നിരാശി. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം നക്ഷത്രം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിയാകുന്നു കന്നിരാശി. ഇന്ന് കന്നിരാശിക്കാർക്ക് ലഗ്നത്തിൽ ചന്ദ്രനും കേതുവും, 6-ൽ ശനി, 7-ൽ രാഹു, 9-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും, 11-ൽ ആദിത്യൻ, 12-ൽ ബുധനും ശുക്രനും മാന്തിയും. ഇവിടെ ഭാവാധിപനായ ബുധൻ കന്നിരാശിക്കാർക്ക് 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. നന്നായി ദാനം ചെയ്യുവാനുള്ള വാരമാകുന്നു. ദേവീപ്രീതി ചെയ്യുക, ധർമ്മദേവ സങ്കേതത്തിൽ പോവുക, ബ്രാഹ്മണപ്രീതി ചെയ്യുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായ ദാനത്തിലൂടെ ലഭിക്കുന്ന പുണ്യം ലഭിക്കുന്നു. 12-ാം ഭാവത്തിൽ അങ്ങനെയാണ്. വ്യയം കരോതി സജ്ജനെ, സജ്ജനങ്ങൾക്കായി ധാരാളം ചെലവ് ചെയ്യാവുന്നതാണ്. അതിനാൽ ദാനം ഒരു ശീലമാക്കി, മഹാദാനമാക്കി നിങ്ങളെ ശ്രേയസ്സിനെ വർദ്ധിപ്പിക്കേണ്ട വാരമാകുന്നു. കർമ്മമേഖലയിൽ തൻ്റെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടും. ഓഫീസിൽ ഒപ്പിടാൻ മറന്നു പോകും പലപ്പോഴും. അതിനാൽ പഞ്ചിങ് മെഷീനുള്ള ഓഫീസിൽ പോകുന്ന കന്നിരാശിക്കാർ ശ്രദ്ധിക്കണം. അതേ രീതിയിൽ വിലപ്പെട്ട രേഖകൾ അവിടെയോ ഇവിടെയോ വെച്ച് അവസാനം അതിന് പിറകെ ഓടി നടക്കേണ്ടുന്ന അവസ്ഥയും സംജാതമാകുന്നതാണ്. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പുരുഷനായാലും സ്ത്രീയായാലും, നിസ്സാരമായ കാര്യങ്ങൾക്ക് പിണങ്ങി മനസ്സിന് അങ്ങേയറ്റം അസ്വസ്ഥത വരുന്നു. ഈ ഒരു വാരം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ചന്ദ്രൻ രാശിയിൽ നിൽക്കുന്നു. വിദഗ്ധേതമം, ക്ഷീണദേഹം, ദരിദ്രം. സാമ്പത്തിക മേഖലയിൽ റോങ്ങായ തെറ്റായ തീരുമാനങ്ങൾ ഏറ്റെടുത്താൽ കാശ് നഷ്ടപ്പെടും. ഊഹക്കച്ചവടക്കാരൊക്കെ ഈ വാരം വളരെ ശ്രദ്ധിക്കണം. ഒരു ഷെയറും ഈ വാരത്തിൽ വിൽക്കാൻ പാടില്ല. തനിക്ക് വലിയ ധനനഷ്ടം വരും. അതേ രീതിയിൽ കാശ് കൊടുത്താൽ തിരിച്ച് കിട്ടില്ല. അതിനാൽ സാമ്പത്തികം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കടങ്ങളൊക്കെ കൊടുത്ത് ഈ വാരം സൗഹൃദങ്ങൾ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആരോഗ്യവിഷയം വളരെയധികം ശ്രദ്ധിക്കണം. ഫാറ്റി ലിവറുമായി ബന്ധപ്പെടുന്ന രോഗികൾക്ക് ആ രോഗം മൂർച്ഛിക്കുന്ന സമയമാകുന്നു. അതേ രീതിയിൽ മഴക്കാലത്തുണ്ടാകുന്ന വൈറൽ രോഗങ്ങൾ, ജലത്തിൽ നിന്നും വരുന്ന സാംക്രമിക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാരമാകുന്നു. പഠനം ആഗ്രഹിക്കുന്നവർക്ക് പ്രായണ പഠന വിഷയത്തിൽ ശ്രേയസ് കാണപ്പെടുന്നു. ചില ഭൂമി ഒക്കെ തനിക്ക് ലഭിക്കേണ്ടുന്ന സമയമാണ്. പൂർവികമായ സ്വത്ത് വിറ്റുപോകുന്ന സമയമാണ്. താൻ ആഗ്രഹിച്ചു, തനിക്ക് വേണ്ട പൂർവികമായ സ്വത്ത്, അത് ഏതെങ്കിലും രീതിയിൽ ഈ വാരം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. പക്ഷേ ശ്രദ്ധിക്കണം. സക്രിയമായ ഒരു രേഖയുണ്ടെങ്കിൽ മാത്രമേ ഉടമ്പടി എഴുതാൻ പാടുള്ളൂ വാങ്ങുന്ന ആൾ, അല്ലെങ്കിൽ ചതിക്കപ്പെടും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. 11-ലെ ആദിത്യൻ തനിക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങളും അധികാരികളുടെ ഒരു പ്രീണനവും ഒക്കെ ലഭിക്കും. പക്ഷേ കുറച്ചുകൂടെ കാത്തിരിക്കണം. കാരണം ഇന്ന് കർമ്മപതിയായ ഗ്രഹം വളരെ ദുർബലമായാണ് 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. അത് രേഖാപരമായ വിഷയത്തിലായാലും അനാവശ്യമായ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള കൈവിട്ട വാക്ക് പ്രയോഗിക്കുന്ന വിഷയത്തിലായാലും കന്നിരാശിക്കാർ വളരെ ശ്രദ്ധിക്കണം.
ഒരു കുട്ടിക്കളിയിലൂടെ പല കാര്യങ്ങളും ഗൗരവമില്ലാതെ എടുത്ത് അല്ലെങ്കിൽ അനാവശ്യമായി സംസാരിച്ച് രംഗത്തെ വഷളാക്കാൻ പാടില്ല കന്നിരാശിക്കാർ. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് പ്രമാണം തന്നെ. പിന്നെ കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായ ദിനങ്ങളാണ് 10-ാം തീയതി ശനിയാഴ്ച വരുന്ന ചിത്ര നക്ഷത്രം. അന്ന് വാങ്ങാനും കൊടുക്കുവാനും അനുകൂല ദിനമല്ല. 11-ാം തീയതി ഞായറാഴ്ച വളരെ അനുകൂലമാണ്. ചോതി നക്ഷത്രമാണ്. കാലത്ത് 7:20 മുതൽ 10:20 വരെ വളരെ അനുകൂലമായ സമയമാണ്. അതേ രീതിയിൽ 17-ാം തീയതി ബുധനാഴ്ച കാലത്ത് അനിഴം നക്ഷത്രം 10:20 മുതൽ 12 മണി വരെ വളരെ നല്ല സമയമാണ്. 15-ാം തീയതി വ്യാഴാഴ്ച വളരെ അനുകൂലമാണ്. ആഫ്റ്റർനൂൺ 3 മണിക്ക് ശേഷമുള്ള രാഹുകാലം കഴിഞ്ഞുള്ള വെളുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രം. മൂലം പിറന്നാൽ മുടി ചൂടുമെന്നൊക്കെയാണ് പറയുന്നത്. ആൺമൂലം അറകെട്ടി വാഴും. അത് വെളുത്തപക്ഷത്തിലെ മൂലമാണെങ്കിൽ ധാരാളം അനുഭവങ്ങൾ കാണും. അതേ രീതിയിൽ പലപ്പോഴും നാം പറയും ചിത്രനാൾ പിറന്നാൽ ആ തറ തോണ്ടുന്നു. കറുത്ത പക്ഷത്തിലെ ചിത്ര നക്ഷത്രം വന്നാൽ പലപ്പോഴും ഭൂമി നഷ്ടപ്പെടും. കുട്ടി ജനിക്കുമ്പോൾ കിടപ്പാടം നഷ്ടപ്പെടും, ഭൂമി നഷ്ടപ്പെടും. ചിത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ഭൂമി എടുത്ത് അത് ബാങ്ക് ലോണൊക്കെ എടുത്ത് പലപ്പോഴും റീപേയ്മെൻറ്റിന് പറ്റാതെ ബുദ്ധിമുട്ടുന്നത് കാണാം. അതിനാൽ പലപ്പോഴും ഭാര്യയുടെ നക്ഷത്രം നല്ലതാണെങ്കിൽ അവരുടെ പേരിലും കൂടി ഭൂമിയോ വീടോ വാങ്ങിയാൽ അവരുടെ ജാതകത്തിൻ്റെ നന്മകൾ കാരണം, മേന്മകൾ കാരണം നമുക്ക് ഭൂമി നഷ്ടപ്പെടാതെ മുന്നോട്ട് നീങ്ങാവുന്നതാണ്. 16-ാം തീയതി സംക്രമമാകുന്നു. അന്ന് വെള്ളിയാഴ്ച രാത്രിയാകുന്നു ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത്. അതിനാൽ 16-ാം തീയതി കർക്കിടകം 32-ാം തീയതി ഒരു കർമ്മങ്ങളും ചെയ്യാതിരിക്കുക. ഈശ്വര പ്രാർത്ഥന നടത്തുക, ദൈവികമായ വിഷയങ്ങളിൽ വ്യാപൃതരാകുക, ക്ഷേത്ര സന്ദർശനം നടത്തുക. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.